അനുപമ, കാഞ്ഞങ്ങാട് ഒരു വിദ്യാർത്ഥിനി ആത്മഹത്യക്ക് ശ്രമിച്ചിരിക്കുകയാണ് ഹോസ്റ്റലിന്റെ ഉള്ളില്. വാർഡൻ തരുന്ന സമ്മർദ്ദം സഹിக்க വയ്യാതെ, അല്ലെങ്കിൽ വാർഡന്റെ മാനസിക പീഡനം മൂലമാണ് ആ വിദ്യാർത്ഥിനി ആത്മഹത്യക്ക് ശ്രമിച്ചത് എന്നാണ് ആ കുട്ടിയുടെ സഹപാഠികൾ പറഞ്ഞു വെക്കുന്നത്. നമുക്കറിയാം, ഈ ഹോസ്റ്റലുകളിലൊക്കെ വാർഡന്മാർ പലപ്പോഴും ടെററായി വരാറുണ്ട്. എന്തായിരിക്കും ആ കുട്ടിക്ക് സംഭവിച്ചിട്ടുണ്ടാവുക, അല്ലെങ്കിൽ ഇത്തരം കടുത്തൊരു തീരുമാനത്തിലേക്ക് എത്താൻ തക്ക രീതിയിൽ എങ്ങനെയായിരിക്കും ആ കുട്ടിയെ ട്രീറ്റ് ചെയ്തിട്ടുണ്ടാവുക? ഞാൻ ഹോസ്റ്റലിൽ നിന്നിട്ടുള്ള ഒരാളാണ്. എനിക്ക് അവിടെ വാർഡൻ എന്നെ അങ്ങനെ പേഴ്സണലി ബുദ്ധിമുട്ടിച്ചിട്ടോ അങ്ങനെയൊന്നുമില്ല. പക്ഷെ അവർക്ക് പൊതുവെ ഒരു അവജ്ഞ ഒക്കെ അവിടെ നിൽക്കുന്ന ഹോസ്റ്റലേഴ്സിന്റെ അടുത്ത് ഉണ്ടാവുന്നത് ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട്. ഞാൻ ഹോസ്റ്റലിൽ നിൽക്കുന്നതിന് മുൻപേ തന്നെ ഞാൻ ആളുകളോട്, ഹോസ്റ്റലിൽ നിന്നിട്ടുള്ള എൻ്റെ സുഹൃത്തുക്കളോടും ബാക്കി ആളുകളോടൊക്കെ ചോദിച്ചു എങ്ങനെയാണ് ഈ ഹോസ്റ്റൽ. കാരണം എൻ്റെ ജീവിതത്തിൽ ഈ ഒരു 24 വർഷത്തിനിടയ്ക്ക് ഞാൻ ഹോസ്റ്റൽ ജീവിതം എന്താണെന്ന് അറിഞ്ഞിട്ടില്ല. അപ്പൊ അങ്ങനെ നിൽക്കാൻ ഈ 24ാമത്തെ വർഷത്തിലെ ഹോസ്റ്റലിൽ നിൽക്കാൻ പോകുന്നത്. അപ്പൊ ഞാൻ അന്വേഷിച്ച സമയത്ത് എല്ലാവരും പറഞ്ഞു വാർഡനെ ശ്രദ്ധിച്ചാൽ മതി, പിന്നെ ഹോസ്റ്റൽ ഫുഡും മാത്രമേ ഉണ്ടാവുള്ളൂ ഒരു പ്രശ്നം, ബാക്കിയൊക്കെ പിന്നെ അവിടെ പോയ പ്രത്യക്ഷത്തിൽ നമുക്ക് കാണാൻ പറ്റുന്ന കാര്യങ്ങളാണല്ലോ. ഇത് രണ്ടുമല്ലേ നമുക്ക് പെട്ടെന്ന് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റാത്ത. അപ്പം വാർഡന്മാർ പലയിടത്തും ഭയങ്കര ടെററാണ് എന്നുള്ളത് നമുക്ക് പല വീഡിയോസിലൂടെയും അല്ലെങ്കിൽ ട്രോൾസ് ഒക്കെ ആയിട്ടൊക്കെ ആളുകൾ റീലൊക്കെ ആയിട്ട് ഇടുന്നത് നമുക്ക് കാണാൻ പറ്റും. ഞാൻ ഹോസ്റ്റലിലായിരുന്ന സമയത്ത് തന്നെ ഞാൻ അങ്ങനത്തെ കുറെ ട്രോളുകൾ കണ്ടിരുന്നു. അതായത് എവിടെയും പോവാൻ പാടില്ല. നമ്മളൊക്കെ 24-25 വയസ്സായ ആളുകളാണ്. നമുക്കറിയാം എന്ത് ചെയ്താലാണ് ശരി, എന്ത് ചെയ്താലില്ലെങ്കിലാണ് നമ്മൾ മോശം അവസ്ഥയിലെത്തുക എന്നുള്ളതിനെ കുറിച്ചൊരു കൃത്യമായ അവബോധം വരുന്ന ഒരു പ്രായമാണ് നമ്മുടെ. അപ്പം ആ ഒരു പ്രായത്തിൽ പിന്നെ പോരാത്തിന് നമ്മൾ സ്വയം അധ്വാനിച്ച് വരുമാനം കണ്ടെത്തി നിൽക്കുന്നതും കൂടി ആകുമ്പോൾ നമുക്ക് നമ്മുടെ പൈസയ്ക്ക് കൂടി വിലയുണ്ടാവും. അപ്പൊ നമ്മൾ അവിടെ പോയിട്ട് ഒരുമാതിരി എന്താ പറയാ വഴിരാറ്റുന്ന തരത്തിലോ അല്ലെങ്കിൽ ഒന്നും നമ്മൾ ആ രീതിയിലൊന്നും പെരുമാറില്ല. അപ്പൊ പക്ഷെ വാർഡന്മാര് പൊതുവെ ഒരു പ്രീ ജഡ്ജ്മെന്റ് വെക്കും കുട്ടികളുടെ രൂപം നോക്കിയിട്ടോ അല്ലെങ്കിൽ അവരുടെ സംസാര രീതി. ഞാൻ നിന്നിരുന്ന ഹോസ്റ്റലില് കുട്ടികൾ ഭക്ഷണം കഴിക്കാൻ നേരത്ത്, കുട്ടികൾ എന്നല്ല അവിടെ പല ഏജ് ഗ്രൂപ്പിലുള്ള ആളുകൾ ഉണ്ടായിരുന്നു. അപ്പോൾ ഭക്ഷണം കഴിക്കാൻ നേരത്ത് നമ്മളൊന്ന് ഉറക്കെ ചിരിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ അല്ലെങ്കിൽ തമാശയൊക്കെ പറഞ്ഞ് ഒന്ന് നമ്മളെ സൗണ്ട് ഒന്ന് റേസ് ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ അപ്പം വാർഡൻ വരും. എന്താ ഇവിടെ ചന്തയാണോ കിടന്ന് ഒച്ചയും വിളിയിടുന്നത്, പുറത്ത് ആളുകൾ കേട്ടാൽ എന്താ വിചാരിക്കുക, മിണ്ടാതിരുന്ന് കഴിച്ചൂടെ എന്നൊക്കെ പറഞ്ഞ് നമ്മളെ ഷൗട്ട് ചെയ്യും. അപ്പൊ നമ്മൾ എന്താ പറയാ, അതുവരെ ഉണ്ടായിരുന്ന വർക്ക് സ്ട്രെസ് മൊത്തം കഴിഞ്ഞ് ഒന്ന് അവിടെ എത്തി നമ്മുടെ കൂടെയുള്ള ആളുകളുടെ അടുത്ത് നമ്മുടെ സ്ട്രെസ് ഒന്ന് ഇറക്കി വെച്ച് ഒന്നൊന്ന് റിലീഫ് ചെയ്ത് സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് ഇവരുടെ വക ഫയറിങ് വരുന്നത്. ഇത് വളരെ ചെറിയൊരു എക്സാമ്പിളാണ്. ഇതിന്റെ ഏറ്റവും മൂർധന്യാവസ്ഥയിലുള്ള എന്തോരം പ്രശ്നങ്ങൾ ഉണ്ടെന്ന് അറിയോ. എത്രയോ സ്ഥലങ്ങളിൽ വാർഡന്മാര് എന്താ പറയാ ആളുകളെ, അവിടെ നിൽക്കുന്ന ഹോസ്റ്റലേഴ്സിനെ ഇമോഷണലി ഒക്കെ ബ്ലാക്ക് മെയിൽ ചെയ്ത്. അത് തന്നെയാണ് ഇപ്പൊ ഈ കാഞ്ഞങ്ങാട് സംഭവിച്ചിരിക്കുന്നത്. എനിക്ക് തോന്നുന്നു ആ കുട്ടിക്ക് എന്തോ അസുഖബാധിതയായിരിക്കുന്നത് കൊണ്ട്, വയ്യാതിരിക്കുന്നത് കൊണ്ട് ആ സമയത്ത് ഇവര് ഭക്ഷണം കൊടുക്കാതിരിക്കുക, അതല്ലെങ്കിൽ ആ സമയത്ത് പോലും ആ കുട്ടിയെ മാനസികമായി എന്താ പറയാ തളർത്തി കളഞ്ഞു എന്നാണ് ആ കുട്ടിയുടെ കൂട്ടുകാരികൾ പറയുന്നത്. അതിനെതിരെ അവർ പ്രതിഷേധിക്കുകയും ചെയ്യുന്നുണ്ട്. പക്ഷേ ഈ ഹോസ്പിറ്റൽ അധികൃതർ പറഞ്ഞു വെക്കുന്നത് ഈ കുട്ടിക്ക് പരീക്ഷ ബുദ്ധിമുട്ടായതുകൊണ്ട് കുട്ടി ആത്മഹത്യക്ക് ശ്രമിച്ചു എന്നുള്ളത്. പരീക്ഷ ബുദ്ധിമുട്ടായതുകൊണ്ട് ആത്മഹത്യക്ക് ശ്രമിക്കുന്ന കുട്ടികളുണ്ട്. പക്ഷെ ഇത്രയും സഹപാഠികൾ ഒരുമിച്ച് പറയുന്നതോ വാർഡന്റെ പ്രശ്നം കൊണ്ടാണ് എന്ന് പറയുന്നതും എങ്കിൽ അതങ്ങനെ ആയിരിക്കില്ലേ എന്നുള്ളതാണ് ഏറ്റവും വലിയ ചോദ്യം. ഇപ്പൊ അനുഭവം പറഞ്ഞാൽ, ഞാൻ എന്റെ ഒരു +2 കാലഘട്ടം കഴിഞ്ഞ മുതൽ ഹോസ്റ്റലിൽ ജീവിച്ച ഒരാളാണ്. കോളേജിലെ 3 വർഷവും ഞാൻ ഹോസ്റ്റലിലായിരുന്നു. കോളേജിന് തന്നെ ഹോസ്റ്റലാണ്. അപ്പോൾ എന്നെ സംബന്ധിച്ച് ഹോസ്റ്റൽ ലൈഫ് എന്ന് പറഞ്ഞാൽ ഞാൻ ഏറ്റവും കൂടുതൽ എൻജോയ് ചെയ്തിട്ടുള്ള ഒരു ടൈമാണ് ഹോസ്റ്റൽ ലൈഫ്. പക്ഷെ ഞങ്ങൾക്ക് 4 വാർഡന്മാരുണ്ട്. ഈ 4 വാർഡന്മാരും 4 ടൈപ്പാണ്. അപ്പൊ അതിൽ നിന്നാണ് ഞാനത് മനസ്സിലാക്കുന്നത്. ഒരു വാർഡനുണ്ട്, പേരെനിക്ക് ഓർമ്മയില്ല, ഒരു വാർഡൻ. പുള്ളിക്കാരത്തി ഭയങ്കര സ്ട്രിക്റ്റാ. നമ്മളിപ്പോ അനുഭവം പറഞ്ഞ പോലെ തന്നെയാണ്. മെസ്സിൽ പോയിരുന്നിട്ട് ഒന്നുറക്കെ സംസാരിച്ചു കഴിഞ്ഞാൽ ബഹളം വെക്കുക, എന്താ ഇവിടെ സംസാരിക്കുന്നതെന്ന് ചോദിക്കുക, അല്ലെങ്കിൽ റൂമിന്റെ ഉള്ളിലേക്ക് അറ്റൻഡൻസ് എടുക്കാൻ വരും. രാത്രിയാവുമ്പോൾ അറ്റൻഡൻസ് എടുക്കാൻ വരുമ്പോൾ റൂമിന്റെ ഉള്ളിൽ നമ്മൾ അപ്പുറത്തെ റൂമിൽ നിന്നിട്ട് വർത്താനം പറയുമ്പോഴായിരിക്കും ഒരു കയറി വരിക. അതിന് വരെ അത്രയും ഭയങ്കരമായി ബഹളം വെക്കുക, ഷൗട്ട് ചെയ്യുക, അങ്ങനെ ചെയ്തിരുന്നൊരു വാർഡനുണ്ട്. നമ്മൾ വെയ്യാന്നൊക്കെ പറഞ്ഞിട്ട് ചിലപ്പോൾ ഉച്ചയ്ക്കൊക്കെ കയറി വരില്ലേ, ആ സമയത്തൊക്കെ പഠിക്കാതിരിക്കാനൊരു എക്സ്ക്യൂസാണ് ഈ വെയ്യായ്മ എന്ന രീതിയിൽ നമ്മളെ മാനസികമായി ബുദ്ധിമുട്ടിക്കുന്ന ഒരു ടൈപ്പ് വാർഡൻ ഉണ്ടായിരുന്നു. വേറൊരു വാർഡൻ ഉണ്ടായിരുന്നു, ഭയങ്കര സൗമ്യമായിട്ടുള്ള ഒരു മാം, അഭിരാമി എന്നാണ് ആ മാമിന്റെ പേര്. എനിക്കിപ്പോൾ ഓർമ്മയുള്ള ഒരു വാർഡനാണ്. ചെറിയ കുറച്ച് ഏജ്ഡ് ആണ്, ബാക്കിയുള്ളവരെക്കാൾ ഏജ്ഡ് ആണ് ഈ മാം. പക്ഷെ ഇവരങ്ങനെയല്ല. എന്നെ ചെല്ലോ, എന്നെ അച്ച്, തമിഴാണ്, ഞാൻ തമിഴ്നാട്ടിലാണ് പഠിക്കുന്നത്. സോ നമ്മൾ എവിടെ പോയി കണ്ടാലും, അല്ലെങ്കിൽ നമ്മുടെ മുഖം ഒന്ന് മാറിയിട്ടുണ്ടെങ്കിൽ ഈ വാർഡൻ വന്നിട്ട് നമ്മളോട് ചോദിക്കുക എന്താ പറ്റിയേ, ഓക്കെ അല്ലേ, അങ്ങനെ ചോദിക്കുന്ന ഒരു വാർഡനും എനിക്കുണ്ടായിരുന്നു. പക്ഷെ
ഇതിൽ പക്ഷെ മെജോറിറ്റി ആൾക്കാരുടെ ഒരു വിചാരം എന്ന് പറയുന്നത് ഇവരുടെ ആട്ടും തുപ്പും കൊള്ളാനുള്ളതാണ് ആ ഹോസ്റ്റലിൽ നിൽക്കുന്ന വിദ്യാർത്ഥികൾ എന്നുള്ളതാണ്. അല്ലെങ്കിൽ ഇവരാണ് അവിടുത്തെ ഏറ്റവും വലിയ ഡൊമിനന്റ്. നമ്മൾ പൈസ കൊടുത്തിട്ടാണ് നമ്മൾ ആ ഹോസ്റ്റലിൽ താമസിക്കുന്നത്. നമുക്ക് സൗകര്യങ്ങൾ ഒരുക്കുക എന്നുള്ളതാണ് ആ ഹോസ്റ്റൽ വാർഡന്റെയും ആ ഹോസ്റ്റൽ അതോറിറ്റിയുടെയും ഉത്തരവാദിത്തം എന്ന് പറയുന്നത്. പക്ഷെ ഇവരുടെ ഔദാര്യത്തിൽ നമ്മൾ താമസിക്കുന്നത് പോലെയാണ് അവിടുത്തെ വിദ്യാർത്ഥികളെ ട്രീറ്റ് ചെയ്യുന്നത് എന്നുള്ളതാണ്. കാരണം പലപ്പോഴും നമ്മളിപ്പോ എന്താ പറയാ, നമ്മൾ കുറച്ച് മോഡേണൈസ്ഡ് ആയിട്ട് നടന്നു കഴിഞ്ഞാൽ അതിലൊക്കെ അവർ നമ്മളെ ജഡ്ജ് ചെയ്യും എന്നുള്ളതാണ്. പിന്നെ നമ്മളോട് ബിഹേവ് ചെയ്യുന്നത് മൊത്തം അങ്ങനെയായിരിക്കും. അപ്പൊ ഈ കുട്ടിയുടെ കാര്യത്തിൽ എനിക്ക് കൃത്യമായ കാരണങ്ങൾ ഇനിയും പുറത്തു വരേണ്ടിയിരിക്കും. അല്ലെങ്കിൽ വാർഡനോ അല്ലെങ്കിൽ ഈ കുട്ടി തിരിച്ച് ബോധാവസ്ഥയിൽ വന്ന് സംസാരിക്കുകയോ ചെയ്യേണ്ടിയിരിക്കും. എന്തായാലും ഈ വിദ്യാർത്ഥിനികൾ പറയുന്നത് അനുസരിച്ചിട്ട് ആ വാർഡൻ ആ കുട്ടിയെ തീർത്തും മാനസികമായി ഒരുപാട് ഉപദ്രവിച്ചിട്ടുണ്ട്. ആ കുട്ടി സ്വന്തം ഒരാൾ വയ്യാണ്ടിരിക്കുക എന്ന് പറയുമ്പോൾ നമുക്കറിയാം അച്ഛനും അമ്മയും ഒന്നും അടുത്തില്ല. നമ്മൾ ഹോസ്റ്റലിൽ നിൽക്കുമ്പോൾ നമ്മുടെ വീട്ടുകാരും അടുത്തില്ല. നമുക്ക് കൂട്ടുകാർ, നമ്മളെ ഏറ്റവും പ്രിയപ്പെട്ട നമ്മുടെ കൂട്ടുകാരായിരിക്കും നമുക്ക് അടുത്തുണ്ടാവുക. പക്ഷെ അവർ കോളേജിലേക്ക് പോയി കഴിഞ്ഞാൽ പിന്നെ ഹോസ്റ്റലാകുമ്പോണ്ടാകുമ്പോൾ എന്ത് ഈ വയ്യാതിരിക്കുന്ന കുട്ടി ആ വാർഡന്മാരും ആയിരിക്കും. അപ്പൊ ആ കുട്ടിക്ക് ഭക്ഷണം എത്തിക്കുക അല്ലെങ്കിൽ ആ കുട്ടിയുടെ സുഖവിവരങ്ങൾ തിരക്കുക എന്നൊക്കെ അവരുടെ ജോലിയാണ്. അത് അവർ ചെയ്യേണ്ടതാണ്, അവരുടെ ജോലി അതാണ്. പക്ഷെ ആ സമയത്ത് ഒരാളെ മാനസികമായി ബുദ്ധിമുട്ടിക്കുക, വയ്യാതിരിക്കുന്ന കുട്ടിക്ക് അതിന്റെ സ്ട്രെസ്സും കൂടി എടുത്ത് തലയിൽ വെച്ച് കൊടുക്കുക എന്ന് പറയുന്നത് ക്രൂരതയാണ്. അങ്ങനെ ചെയ്യാൻ ഒരു വാർഡനും എന്താ പറയാ, അതല്ല അവരുടെ ജോലി. അതിനെല്ലാം അവർക്ക് ശമ്പളം കൊടുക്കുന്നത്, അതിനെല്ലാ കുട്ടികൾ ഫീസ് അടച്ചുകൊണ്ട് ഈ ഹോസ്റ്റലിൽ വന്ന് താമസിക്കുന്നത്. അതിനുള്ള മര്യാദ അവർ അർഹിക്കുന്നുണ്ട് എന്നുള്ളത് പല വാർഡന്മാരും ഇന്ന് മനസ്സിലാക്കുന്നില്ല എന്നുള്ളതാണ്. അതെ, ഞാൻ നിന്നിരുന്ന ഹോസ്റ്റലില് ഞാൻ ഇപ്പോഴും ഓർക്കുന്നുണ്ട്. എൻ്റെ കൂടെ ഉണ്ടായിരുന്ന ഒരു ആന്റി ഉണ്ടായിരുന്നു. അവര് ഒരു കുട്ടി, എൻ്റെ അത് ഏകദേശം ഏജ് ഗ്രൂപ്പിൽ വരുന്നൊരു കുട്ടി. അവള് ജോലി ചെയ്യുക എന്നെ പോലെ തന്നെ. അപ്പൊ അവള് ഭക്ഷണം കഴിക്കാൻ അവിടെ 9:30-ക്കുള്ളിൽ എല്ലാവരും ജോലിക്ക് കയറണമല്ലോ അവരവരുടെ ജോലി സ്ഥലങ്ങളിൽ. അപ്പോൾ ഡെഫിനറ്റ്ലി എല്ലാവരും 9 മണിയാവുമ്പോഴേക്കും തന്നെ എല്ലാവരും പോയി കഴിയും. 9:30 മാക്സിമം ആണ്, അതിനുള്ളിൽ എല്ലാവരും പോയി കഴിയും ഭക്ഷണം കഴിച്ച്, രാവിലത്തെ ഭക്ഷണം കഴിച്ചിട്ട്. അപ്പം ഈ കുട്ടി അന്ന് എന്താ പറയാ ലേശം ലേറ്റായി, അവളന്ന് ലീവായിരുന്നു എന്നാ തോന്നുന്നത്. അപ്പൊ ഒരു 9:45 അവൾ ഭക്ഷണം കഴിക്കാനായിട്ട് മെസ്സിലേക്ക് ഇറങ്ങി വന്നത്. അപ്പോഴേക്കും തന്നെ അവിടുത്തെ ഫുഡൊക്കെ തീർന്നു. അതായത് ടേബിളിൽ കൊണ്ടുവച്ച ഫുഡൊക്കെ തീർന്നു. അപ്പൊ അവൾ അടുക്കളയിൽ പോയി ചോദിച്ചു, ഇനി ഇല്ലേ ഭക്ഷണം? അപ്പൊ പറഞ്ഞു ഇല്ല, കഴിഞ്ഞു. അപ്പോൾ എന്താ, ഞാൻ കഴിച്ചിട്ടില്ലല്ലോ, ഞാനൊരാൾ വരാനുണ്ട് എന്ന് അറിയില്ലേ എന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞു, ഇവിടെ ഭക്ഷണം കഴിക്കാൻ ഒരു സമയമുണ്ട്, ആ സമയത്ത് വന്ന് കഴിച്ചോളണം, ഇല്ലെങ്കിൽ പിന്നെ കിട്ടില്ല. അങ്ങനെയല്ലല്ലോ ഒരു ന്യായം വേണ്ടത്. നമ്മൾ അവിടെ പൈസ കൊടുക്കുന്ന സമയത്ത് എന്താ പറയാ, ഇന്ന സമയത്തിനുള്ളിൽ ഭക്ഷണം തരുള്ളൂ, അല്ലെങ്കിൽ അതിന് ശേഷം വന്ന ഭക്ഷണം തീർന്നു പോയി എന്നാണ് അവര് പറയുന്നത്. തീർന്നുപോയി, ബാക്കിയുള്ളവർ കഴിച്ചു തീർന്നു പോയി എന്ന്. അങ്ങനെയാണോ വേണ്ടത്? നമ്മൾ ഇത്ര പേര് കഴിക്കാൻ, ഈ അറ്റൻഡൻസ് ഒക്കെ എടുക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ഇനി എത്ര പേര് കഴിക്കാനുണ്ട് എന്നുള്ളതിനൊക്കെ ബോധ്യം ഉണ്ടാവുമല്ലോ. അപ്പൊ ആ സമയത്ത് ഞാൻ ഈ വാർഡനെ കുറിച്ച് എനിക്ക് ഭയങ്കര മോശം ഇമേജാണ് എൻ്റെ മനസ്സിൽ വന്നത്. കാര്യം ഇവർ അങ്ങനെ ചെയ്യുന്ന ഭയങ്കര വൃത്തികെട്ട സ്വഭാവമാണ്. കാരണം ഭക്ഷണത്തിന്റെ കാര്യമാണ്. നമ്മുടെ കയ്യിൽ ഇനിയിപ്പോൾ എങ്ങാനും ബൈ ചാൻസ് എല്ലാവരും എല്ലാം കഴിച്ച് തീർന്നു പോയി എന്ന് തന്നെ ഇരിക്കട്ടെ, ഒരു ഹോസ്റ്റലല്ലേ, അവിടെ എന്തായാലും ഭക്ഷണ സാമഗ്രികൾ ഒന്നുകിൽ ഉച്ചക്കത്തേക്കുള്ള ഉണ്ടാക്കിയിട്ടുണ്ടാവും, അതല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ഭക്ഷണമായിട്ട് അവിടെ ഉണ്ടാവില്ല, ബ്രെഡോ എന്തെങ്കിലും കാണുമല്ലോ, അതെടുത്താൽ കുട്ടിക്ക് കൊടുക്കാലോ. പിന്നെ അതെ 9:30 വരെയാണ് സമയമെങ്കിൽ 9:45 എത്തിയില്ലേ? അല്ലാതെ 10 മണി 11 മണിക്ക് വന്നിട്ട് എല്ലാ കുട്ടികളും. ഏറ്റവും ആത്യന്തികമായും നമ്മൾ അവിടെ മനസ്സിലാക്കേണ്ടതെന്ന് പറഞ്ഞാൽ ആ കുട്ടിക്ക് അവകാശപ്പെട്ട ഒരു ഭക്ഷണമുണ്ട്, ഒരു വിഹിതമുണ്ട്. അവർ മൊത്തം ഉണ്ടാക്കിയ ഭക്ഷണത്തിൽ അതിനുവേണ്ടിയാണ് അവൾ അവിടെ മാസാമാസം പൈസ കൊടുക്കുന്നത് എന്നുള്ളതാ. എന്നിട്ട് അവൾക്ക് ഭക്ഷണം കിട്ടിയില്ല. അപ്പൊ അന്ന് എനിക്ക് വാർഡന്റെ അടുത്ത് ഈ ഒരു അനുഭവം ഞാൻ ആ കുട്ടീൻ്റെ അടുത്ത് നിന്ന് കേട്ടപ്പോൾ എനിക്ക് ഭയങ്കര മോശമായിട്ട് ഫീൽ ചെയ്തു, അവരുടെ സ്വഭാവവും അവരുടെ ആറ്റിറ്റ്യൂഡും ഒക്കെ. പക്ഷെ അതിന് ശേഷം എനിക്ക് എന്താ പറയാ, ഒരാളിൽ നിന്ന് നമുക്ക് സമ്മിശ്രമായ സ്വഭാവങ്ങൾ കാണുമ്പോൾ നമുക്ക് കൺഫ്യൂഷൻ വരാം. അപ്പോൾ ഒരു തവണ ഞാനൊരു ദിവസം ഓഫീസിൽ വരാൻ വേണ്ടിയിട്ട് രാവിലെ ഞാൻ ഭക്ഷണം കഴിക്കുമ്പോൾ ഒരു കുട്ടി മെസ്സിൽ ഇരുന്ന് ഭക്ഷണം കഴിക്കും. ആ കുട്ടി മാത്രമേ ഉള്ളൂ, ബാക്കി എല്ലാവരും പോയി കഴിഞ്ഞു. അപ്പോൾ ഇവളിരുന്ന് ഇങ്ങനെ വിറച്ചോണ്ടിരിക്കുക. അപ്പം ഞാൻ പോയി ചോദിച്ചു, എന്ത് പറ്റി? ഞാൻ അങ്ങനെ ആരോട് അധികം സംസാരിക്കുന്ന ഒരാളല്ല. അപ്പോൾ ഞാൻ ആ കുട്ടീനോട് അന്ന് ആദ്യമായിട്ട് സംസാരിക്കും, കാണാറുണ്ട് ഹോസ്റ്റലിൽ. അപ്പം ഞാൻ ചെന്നിട്ട് ചോദിച്ചു, എന്ത് പറ്റി? അപ്പോൾ ആ കുട്ടി കുട്ടി ഏത് നിമിഷം അത് വീഴാം, കാരണം അതിന് എന്തൊക്കെയോ BP കൂടുക എന്തൊക്കെയോ ചെയ്ത് ആകെ അവശ നിലയിലാണ്. അപ്പൊ ഞാൻ അതിനെ താങ്ങി പിടിച്ച് ഞാൻ തന്നെ പോയി കട്ടൻ ചായയും ബ്രെഡൊക്കെ ഉണ്ടാക്കി കൊടുത്ത് അത് കഴിച്ചു. എന്നിട്ട് അതിനെ ഞാൻ മുകളിലെ റൂമിൽ കൊണ്ടുപോയി കിടത്തി. എന്നിട്ട് ഞാൻ താഴെ വന്നിട്ട് വാർഡന്റെ അടുത്ത് പറഞ്ഞു, ഇങ്ങനെ ഒരു കുട്ടി കിടക്കുന്നുണ്ട്, ആ ഒട്ടും വയ്യ, അപ്പൊ ഇനി എങ്ങാനും അധികം ആവുകയാണെന്നുണ്ടെങ്കിൽ ഒന്ന് ശ്രദ്ധിക്കണം, അതല്ലെങ്കിൽ ഉച്ചയാവുമ്പോൾ അവൾക്കൊന്ന് കഞ്ഞി ഉണ്ടാക്കി കൊടുക്കുമോ, വലിയ ഉപകാരമാവും എന്ന് പറഞ്ഞു. അപ്പൊ അവരുടെ ഒരു പൊതുവേ ഉള്ള ഒരു നേച്ചർ ഉണ്ട്, അതായത് ആ വാർഡന്റെ നമ്മൾ എന്താണോ പറയുന്നത് അതിനൊരു അറഗന്റ് ആയിട്ട് റിയാക്ട് ചെയ്യാന്ന് പറയുന്നത്. അപ്പൊ അവരന്നും അങ്ങനെ തന്നെയാണ് ചെയ്തത്. അപ്പൊ ഞാൻ കരുതി ഉറപ്പായിട്ട് ഇവരുണ്ടാക്കി കൊടുക്കില്ല, എനിക്ക് ഉറപ്പായിരുന്നു.
അപ്പൊ ഞാൻ ബട്ട് സ്റ്റിൽ എനിക്ക് ഞാൻ ഓഫീസിലേക്ക് പോന്നു. എന്നിട്ട് ഉച്ചയായപ്പോൾ എനിക്ക് തീരെ മനസ്സ് വെക്കാനായിട്ട് ഞാൻ ഹോസ്റ്റലിലേക്ക് തിരിച്ചു ചെന്നു. എന്താ അവിടെ ആ കുട്ടിക്ക് കിട്ടിയോ ഇല്ലയോ, എന്താ ഇനി കിട്ടിയില്ലെങ്കിൽ ഞാൻ പോയി മേടിച്ചു കൊടുക്കാന്ന് കരുതി ഞാൻ ചെന്ന് നോക്കിയപ്പോൾ ഞാൻ നേരെ ആ കുട്ടീൻ്റെ റൂമിലേക്കാണ് നേരെ ചെന്നേ. അപ്പോൾ ചോദിച്ചപ്പോൾ പറഞ്ഞു ഞാൻ കഞ്ഞി കുടിച്ചു എന്ന് പറഞ്ഞു. അപ്പം ഞാൻ എവിടെ നിന്ന് കിട്ടി, എനിക്ക് വാർഡൻ കൊണ്ടു തന്നു എന്ന് പറഞ്ഞു. അപ്പം എനിക്കൊരു ആശ്വാസമായി. അങ്ങനെ ചെയ്യുന്ന വാർഡന്മാരും ഉണ്ട്. എല്ലാവരും ഒരുപോലെയാണെന്നല്ല, അല്ലെങ്കിൽ ഒരേ മനുഷ്യനിൽ നിന്ന് തന്നെ നമുക്ക് സമ്മിശ്രമായ പ്രവർത്തനങ്ങൾ അല്ലെങ്കിൽ പ്രതികരണങ്ങൾ കാണുമ്പോൾ നമുക്ക് എന്താ പറയാ, നമുക്ക് അവിടെ എക്സിസ്റ്റ് ചെയ്യണ്ടേ എന്നുള്ളൊരു കൺഫ്യൂഷനും വരും. അപ്പൊ വിദ്യാർത്ഥികളെ സംബന്ധിച്ച് ഹോസ്റ്റലുകൾ എന്ന് പറയുന്നത് അവരുടെ ഒരു പേടി സ്വപ്നമാണ്. പേടി സ്വപ്നമാണ്. അതിന്റെ ഉപരി അവർക്ക് പഠിക്കാൻ പറ്റുന്ന ഒരു അറ്റ്മോസ്ഫിയർ ക്രിയേറ്റ് ചെയ്യേണ്ട ഒരു സ്ഥലമാണ്, അല്ലാതെ മാനസിക സമ്മർദ്ദങ്ങൾ കൊടുക്കേണ്ട ഒരു സ്ഥലമല്ല. അപ്പോൾ എന്തായാലും ഈ കുട്ടിക്ക് സംഭവിച്ചതുപോലെ മറ്റൊരു കുട്ടിക്ക് സംഭവിക്കാതിരിക്കട്ടെ എന്ന് നമുക്ക് പറയാൻ സാധിക്കുള്ളൂ. ഈ വാർഡന്മാർ അവരുടെ ഒരു അഹങ്കാരം അല്ലെങ്കിൽ ഒരു ഗർവൊക്കെ മാറ്റി വെച്ച് സ്വന്തം അമ്മമാരെ പോലെയാണ് കുഞ്ഞുങ്ങളെ അവർ നോക്കേണ്ടത്. അല്ലെങ്കിൽ എത്ര വയസ്സുള്ള കുട്ടിയാണെങ്കിലും, ഇപ്പൊ വർക്കിംഗ് വുമൺ ആണെങ്കിൽ പോലും അവർ വീട്ടിൽ നിന്നൊക്കെ മാറി നിൽക്കുന്നവരാണ്. അവർ ജോലി ആവശ്യത്തിനാണെങ്കിലും പഠിക്കേണ്ട ആവശ്യത്തിനാണ്. സോ അവരങ്ങനെ ട്രീറ്റ് ചെയ്യുക, അല്ലെങ്കിൽ അവർ ഡിസർവിങ് ആണ് ആ ട്രീറ്റ്മെന്റ്. കാരണം അവര് അവിടെ വെറുതെ നിൽക്കുന്നവരല്ല, അവരവിടെ കൃത്യമായി പൈസ കൊടുത്ത് നിൽക്കുന്നവരാണ്. അതിന്റെ ബഹുമാനം അവർ അർഹിക്കുന്നുണ്ട് എന്ന് മനസ്സിലാക്കുക എന്നുള്ളതാണ്. അതെ.